ന്യായാധിപന്മാർ. ഇസ്രായേൽ വാഗ്ദത്ത ഭൂമി കീഴടക്കിയതിനു ശേഷം രാജഭരണം തുടങ്ങുന്നതിന് മുമ്പുള്ള കാലഘട്ടം. ന്യായാധിപന്മാർ 21-25 കൃത്യമായി പറയുന്നു, അന്ന് ഇസ്രായേലിൽ രാജാക്കന്മാരുണ്ടായിരുന്നില്ല. ഓരോരുത്തരും തങ്ങൾക്ക് യുക്തമെന്ന് തോന്നിയത് ചെയ്തിരുന്നു. ഈ ജനം സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിച്ചപ്പോൾ പാപത്തിലേക്ക് പോവുകയും അതുവഴി ദൈവം കുപിതനാവുകയും ചുറ്റുമുള്ള രാജ്യങ്ങൾക്ക്, രാജാക്കന്മാർക്ക് അവരെ വിട്ടുകൊടുക്കുകയും അവർ അടിമത്തത്തിലാവുകയും ചെയ്യുന്നു. അവർ കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവർക്കൊരു വിമോചകനെ നൽകുന്നു. ഈ വിമോചകരൊന്നും ഇസ്രായേലിൻ്റെ മൊത്തം ഭരണകർത്താക്കളായിരുന്നില്ല. പ്രാദേശികമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഗോത്രത്തിൻ്റെയോ ചില ഗോത്രങ്ങളുടെയോ മാത്രം ഭാഗമായ താൽക്കാലിക നേതാക്കന്മാരായിരുന്നു. അവർ കൊണ്ടുവന്ന സുരക്ഷയും താൽക്കാലികമായിരുന്നു. ഇത് ശാശ്വതമായൊരു പരിഹാരത്തിലേക്ക്, ഒരു രക്ഷകനിലേക്ക് വഴിവെക്കുന്നതായിരുന്നു. ക്രിസ്തുവിലൂടെ കൊണ്ടുവരുന്ന ശാശ്വതമായ രക്ഷയും അതിലൂടെ കൈവരിക്കുന്ന ശാശ്വതമായ സമാധാനവും. ഈ നോമ്പുകാല യാത്രയിൽ നമ്മൾ ന്യായാധിപന്മാരിലൂടെ കടന്നു പോകുമ്പോൾ ഓർക്കേണ്ടത്, താൽക്കാലികമായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള രക്ഷയല്ല നമുക്ക് വേണ്ടത്. ആന്തരികതയിലേക്ക് ഇറങ്ങണം. ആത്മാവ് പരിവർത്തനപ്പെടണം. ആത്മാവിൻ്റെ ആഴങ്ങളിൽ പരിവർത്തിതരാകുന്ന യഥാർത്ഥ വിശ്വാസികളാകാൻ, രക്ഷയുടെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുമോ? അതിനുള്ള കൃപ അയച്ചുകൊണ്ട് നമുക്ക് യാത്ര തുടരാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.